സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളുകൾക്കുള്ളൊരു സംശയമാണ്, ഒരു വലിയ സംശയമാണ്, ഞാൻ ട്രേഡ് ചെയ്യണോ അതോ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ക്യാപിറ്റൽ ഉണ്ടാകും, കുറച്ച് പണം ഉണ്ടാകും. ആ പണം വർദ്ധിപ്പിക്കാനായിട്ട്, അത് കൂട്ടാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പലരും പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പല രീതിയിൽ അറിയുന്നുണ്ടാവും. അപ്പോൾ പൊതുവേ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് വലിയൊരു സംശയമാണ് പല ആളുകൾക്കും. ഇനി ട്രേഡ് ചെയ്യണമെങ്കിൽ ട്രേഡിംഗ് പഠിക്കണം, എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്ന് അറിയണം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നോക്കണം. അതല്ല ഇൻവെസ്റ്റിംഗ് ആണെങ്കിൽ എങ്ങനെ നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പഠിക്കണം. രണ്ടിനും അതിൻ്റെതായ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ഞാൻ ട്രേഡ് ചെയ്യണോ അതോ ഇൻവെസ്റ്റ് ചെയ്യണോ, ഏതാണ് ലാഭമെന്ന്, ഏതാണ് എനിക്ക് യോജിച്ചത്, ഏതാണ് എനിക്ക് ബെനിഫിഷ്യൽ എന്ന്. അപ്പോൾ ഇത് ചോദിച്ച് ഒരുപാട് മെസ്സേജസ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടാറുണ്ട്. ബ്രോ, എൻ്റെ കുറച്ച് പൈസ ഉണ്ട്, കുറച്ച് ക്യാപിറ്റൽ ഉണ്ട്, ഞാൻ ട്രേഡ് ചെയ്യണോ അതോ ഇൻവെസ്റ്റ് ചെയ്യണോ. അപ്പോൾ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇതിൽ നമ്മൾ ട്രേഡ് ചെയ്താൽ എന്താണ് ഗുണം, ഇൻവെസ്റ്റ് ചെയ്താൽ എന്താണ് ഗുണം, ഇതിന് രണ്ടിനെയും ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ വിത്തൗട്ട് ഫർദർ ഡിലേ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഐ ആം ആദിൽ ഹുസൈൻ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് രണ്ട് രീതിയിൽ പണം ഉണ്ടാക്കാം. ഒന്നെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിച്ച് അത് പ്രോഫിറ്റ് ആകുമ്പോൾ ഒരു സമയപരിധിക്കുള്ളിൽ നമ്മളത് വിറ്റ് ലാഭം നേടുന്നതിനാണ് നമ്മൾ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത്. അതേസമയം ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ നമ്മൾ കുറച്ച് നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തി അത് വാങ്ങിച്ച് ഹോൾഡ് ചെയ്യുക. ആ ഹോൾഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ഒരു വർഷത്തേക്ക് ചിലപ്പോൾ ഹോൾഡ് ചെയ്യുന്ന ആളുകളുണ്ടാകും, 5 വർഷം, 10 വർഷം, 15 വർഷം, 20, 30, 50 വർഷം വരെ ഹോൾഡ് ചെയ്യുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അതിനാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു വലിയ കാലയളവിലേക്ക് ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് ആകുമ്പോൾ ചിലപ്പോൾ അത് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ വീണ്ടും അത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ അതിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അസറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഡെയിലി നമ്മൾ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതാണോ ലാഭം, അതോ വലിയൊരു കാലയളവിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് റിട്ടേൺസ് നേടിയെടുക്കുന്നതാണോ ലാഭം? അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ധാരണയും ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ, സ്റ്റോക്കുകളൊക്കെ തിരയാനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള സമയം നിങ്ങൾക്കില്ലെങ്കിൽ, നിങ്ങൾക്ക് വളരെ എളുപ്പം ഇൻവെസ്റ്റ് ചെയ്യാവുന്ന, എന്നാൽ ഭാവിയിൽ നല്ല റിട്ടേൺസ് ലഭിക്കാവുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഞാൻ പരിചയപ്പെടുത്താം. ഇന്ത്യയിലെ ലീഡിംഗ് ഇൻഷുറൻസ് കമ്പനികളിൽ ഒന്നായ ICICI Prudential ലൈഫ് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലെ തന്നെ ആദ്യത്തെ മിഡ് സ്മോൾ ക്യാപ് 400 ക്വാളിറ്റി 100 ഇൻഡെക്സ് ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന ഡിസംബർ 1 തീയതി വരെ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുക. അതാണ് ലാസ്റ്റ് ഡേറ്റ്. ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇതിന്റെ NAV എന്ന് പറയുന്നത് 10 രൂപയാണ്. മിഡ് ക്യാപ്പിൽ നിന്നും സ്മോൾ ക്യാപ്പിൽ നിന്നും മികച്ച 100 കമ്പനികൾ കണ്ടെത്തി അതിലായിരിക്കും നിങ്ങളുടെ ഫണ്ട് ഇവിടെ നിക്ഷേപിക്കുന്നത്. ഈ NFOയുടെ ഇൻഡെക്സ് ആയിട്ടുള്ള മിഡ് സ്മോൾ ക്യാപ് 400 ക്വാളിറ്റി 100 ഇൻഡെക്സിന്റെ കഴിഞ്ഞ 5-10 വർഷങ്ങളിലെ വാർഷിക ശരാശരി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 33.6%, 22.5%. അപ്പോൾ നമ്മുടെ ഈ NFOയും ഇതിന് സിമിലർ ആയിട്ടുള്ള റിട്ടേൺസ് ജനറേറ്റ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2014 നിങ്ങൾ ഈ ഒരു ഇൻഡെക്സിൽ ഒരു 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് 2024 അത് 7.6 ലക്ഷം രൂപ ആയിട്ടുണ്ടായിരുന്നിരിക്കും. NRI ആയിട്ടുള്ള ആളുകളൊക്കെ മാസം ഒരു 18,000 രൂപ വെച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 3 കോടി രൂപ വരെ റിട്ടേൺസ് ലഭിക്കാം എന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 1 ആണ്. താല്പര്യമുള്ളവർ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കും. ഇനി നമ്മുടെ പ്രധാന ചോദ്യത്തിലേക്ക് വരാം. ട്രേഡ് ചെയ്യുന്നതാണോ അതോ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ ലാഭം? ഒരാൾ 100 രൂപയുടെ സ്റ്റോക്ക് വാങ്ങിക്കുന്നു, 1 രൂപ ലാഭത്തിൽ 101 രൂപയ്ക്ക് അയാൾക്ക് വിൽക്കുന്നു. അപ്പോൾ 1 രൂപ ലാഭം അയാൾക്ക് കിട്ടുന്നു എന്ന് വിചാരിക്കുക. ടാക്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് 1 രൂപ ലാഭം അയാൾക്ക് കിട്ടുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെറും 1 രൂപ ലാഭം കിട്ടിയിട്ട് എന്താവാനാണ് എന്നുള്ളത്. ഇവിടെ 1 രൂപ എന്നുള്ളതിൻ്റെ അല്ല, 1% ആണ് അയാൾക്ക് കിട്ടുന്ന ലാഭം. 100 രൂപയ്ക്ക് വാങ്ങിച്ച സ്റ്റോക്കിൽ നിന്ന് 1 രൂപ ലാഭം അയാൾക്ക് കിട്ടുകയാണെങ്കിൽ അയാൾക്ക് 1% ആണ് ലാഭം കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വർഷം 365 ദിവസമാണുള്ളത്. ഓക്കെ, ഈ 365 ദിവസവും ട്രേഡ് ആക്റ്റീവ് ഡേയ്സ് അല്ല. ഇപ്പോൾ റഫായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തിൽ അറൌണ്ട് 52 സാറ്റർഡേയ്സ് ആൻഡ് 52 സൺഡേയ്സ് ഉണ്ട്. ഇപ്പോൾ ടോട്ടലി അങ്ങനെ മാത്രം 104 ദിവസം നമുക്ക് ട്രേഡ് ഹോളിഡേയ്സ് വരുന്നുണ്ട്. പിന്നെ അല്ലാതെയുള്ള ചെറിയ അവധികളൊക്കെ വരുന്നുണ്ട്. ഈ സാറ്റർഡേയും സൺഡേയ്സും കൂടാതെ മറ്റെല്ലാം കൂടി ഒരു 22 ദിവസം എക്സ്ട്രാ അവധി കിട്ടുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ നോക്കിയാലും ബാക്കി ഒരു 240 ദിവസമാണ് നമുക്ക് ട്രേഡിംഗ് ഡേയ്സ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ 240 ദിവസം നമ്മൾ 1% വെച്ച് നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിൻ്റെ 240% ആയിരിക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ നിങ്ങളുടെ ക്യാപിറ്റൽ ഡബിൾ ആവുകയാണ്. ഇത് തന്നെ കുറച്ച് കോമ്പൗണ്ടിങ്ങിൻ്റെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം. അതായത് ഈ കിട്ടുന്ന ഓരോ 1% നമ്മൾ ഈ
ക്യാപിറ്റലിനോട് ചേർത്ത് വെക്കുകയാണെങ്കിൽ അത് അതിലും വലിയ ഭീമമായിട്ടുള്ളൊരു തുകയായിട്ട് മാറും. അവിടെ കോമ്പൗണ്ടിങ് കൂടെ ഉണ്ടാവും. ഇത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ എടുത്തു മാറ്റിയിട്ട് സെയിം ക്യാപിറ്റൽ വെച്ച് തന്നെ 240 ദിവസം ട്രേഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനിയിപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റും കൂടെ നമ്മുടെ ക്യാപിറ്റലിനോട് ചേർത്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഇനിഷ്യൽ ക്യാപിറ്റലുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു വർഷാവസാനം ഉണ്ടാകുന്ന നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. ഈ 240% ആയിരിക്കില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത് ഇമ്പോസിബിൾ ആണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കും, ഒറ്റ വർഷം കൊണ്ട് തന്നെ എല്ലാവർക്കും അവരുടെ ക്യാപിറ്റലിന്റെ 2.4 ടൈംസ് ആയിരിക്കും അവരുടെ റിട്ടേൺസ് എന്ന് പറയുന്നത്. അതായത് 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡിങ് തുടങ്ങിയ ഒരാൾക്ക് ആ വർഷാവസാനം ആകുമ്പോൾ അയാളുടെ കയ്യിൽ 2.4 lakhs പ്രോഫിറ്റ് മാത്രം ഉണ്ടാവും ഇയാളുടെ ക്യാപിറ്റൽ കൂട്ടാതെ. പക്ഷെ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് പലർക്കും അവരെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. ഇപ്പോൾ ഒരു 1000 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് മാത്രമേ ചിലപ്പോൾ അങ്ങനെ സാധിക്കുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 10,000 പേരിൽ ഒരാൾക്ക് മാത്രമേ സാധിക്കുന്നുണ്ടാവുള്ളൂ. കാരണം ഒരു ദിവസം നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ അടുത്ത ദിവസം മിക്കവാറും നമുക്ക് ലോസ് ആയിരിക്കും. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ലോസ് മാനേജ്മെന്റ് പഠിക്കുക എന്നുള്ളതാണ് ട്രേഡിംഗ് ബേസിക് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഉണ്ടാക്കിയില്ലെങ്കിലും ലോസ് ഉണ്ടാക്കാതിരിക്കുക, നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റിനെ സംരക്ഷിക്കുക. പക്ഷെ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ ഉള്ളിലുള്ള ഈ ഒരു അത്യാഗ്രഹമാണ് പല ആളുകളെയും ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, അവരെ ആക്റ്റീവ് ട്രേഡേഴ്സ് ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു ആഗ്രഹം ആളുകളുടെ ഇടയിലില്ലെങ്കിൽ ഡേ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് ഉണ്ടാവില്ല തീർച്ചയായിട്ടും. അപ്പോൾ വലിയൊരു രീതിയിൽ മാർക്കറ്റിൻ്റെ ഒരു ലിക്വിഡിറ്റിയെ ചിലപ്പോൾ അത് ബാധിക്കാം. മാത്രമല്ല ട്രേഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് വളരെയധികം ടൈം കൺസ്യൂമിങ് കൂടിയാണ്. കാരണം നമ്മൾ എല്ലാ ദിവസവും ചാർട്ട് അനലൈസ് ചെയ്യണം, നമ്മൾ പുതിയ പുതിയ സ്റ്റോക്കുകളെ കുറിച്ച് പഠിക്കണം, അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ്സ് അനലൈസ് ചെയ്യണം, ടെക്നിക്കൽ അനാലിസിസ് വളരെ ഡീപ്പായിട്ട് ചെയ്യണം. ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ ട്രേഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പല ആളുകൾക്കും ഇതിനുള്ള സമയം ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം. വേറെ ജോബുള്ള ആളുകളായിരിക്കും, അവർക്ക് വന്നിട്ട് ഈ ഇത്രയും ചാർട്ടുകളിലൂടെ കടന്നു പോകാനോ അല്ലെങ്കിൽ ചാർട്ട് ഇത്രയും അനലൈസ് ചെയ്യാനോ ഒന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ അത്രത്തോളം ബേസിക് ആയിട്ടുള്ള ഒരു അനാലിസിസ് കുറവായിട്ടായിരിക്കും ചിലപ്പോൾ അവർ ട്രേഡ് ചെയ്യുന്നത്. ചിലപ്പോൾ അവർക്ക് വളരെയധികം ലോസ് ഉണ്ടായേക്കാം. പല ബ്രോക്കേഴ്സിൻ്റെയും കണക്കുകൾ പ്രകാരം 90% ട്രേഡേഴ്സും നഷ്ടത്തിലാണെന്നാണ് പറയുന്നത്. പക്ഷേ ഓഫ് കോഴ്സ് ലാഭത്തിലുള്ള ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട്, വളരെ ഡിസിപ്ലിനോട് കൂടി അവരുടെ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി വെച്ച് ട്രേഡ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ട്രേഡേഴ്സും ഉണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ചാനലിൽ 5 മിനിറ്റിൽ ട്രേഡ് ചെയ്ത് മാസം ഞാൻ 30,000 രൂപ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയൊരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ ഉപയോഗിച്ച സ്ട്രാറ്റജി എന്താണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ അതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. പക്ഷേ അതൊക്കെ കാണാൻ എളുപ്പമാണ്, പക്ഷേ ലൈഫിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം നിങ്ങൾ ഇതിൻ്റെ പുറകെ ചിലവഴിക്കണം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ മൈൻഡ് കൺട്രോൾ പഠിക്കണം. അതുപോലെ തന്നെ ഒരു സ്റ്റോക്കിനെ നിരീക്ഷിച്ച് ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ പഠിക്കണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ സാധിക്കും, ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, തീർച്ചയായിട്ടും സാധിക്കും. പക്ഷേ ഇത്രത്തോളം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ തുടക്കക്കാരനായിട്ടുള്ള ഒരാൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഞാൻ നാളെ തന്നെ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരരുത്. കാരണം ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്. നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിൽ 5 വർഷം MBBS പഠിക്കണം, ഒരു എഞ്ചിനീയർ ആണെങ്കിൽ 4 വർഷം എഞ്ചിനീയറിംഗ് പഠിക്കണം. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ലൊരു ട്രേഡർ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനകത്ത് ടൈം ചെലവഴിച്ച് അത് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഫ്ലൂക്കിന് ഒരു ദിവസം നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും, അടുത്ത ദിവസം നഷ്ടം ഉണ്ടാവും, അടുത്ത ദിവസം വീണ്ടും കുറച്ച് ലാഭം ഉണ്ടാവും, അതിൻ്റെ അടുത്ത ദിവസം അതിൻ്റെ ഇരട്ടി നഷ്ടം ഉണ്ടാവും. സോ എൻഡ് ഓഫ് ദ ട്രേഡ് കുറച്ച് ദിവസങ്ങളിൽ ട്രേഡിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ P&L എടുത്ത് നോക്കുമ്പോൾ, നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള നഷ്ടം മാത്രമായിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്ന് ട്രേഡ് ചെയ്ത് നാളെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു മൈൻഡിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിംഗിലേക്ക് വരരുത്. ഇനി നമുക്ക് ഇൻവെസ്റ്റിംഗിന്റെ കാര്യം നോക്കാം. ബിഗിനർ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം കുറച്ച് ക്യാപിറ്റൽ ഉണ്ട്, നിങ്ങൾ ജോലിയൊക്കെ ചെയ്ത് കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആ പൈസയ്ക്ക് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കണം. തീർച്ചയായും കയ്യിൽ പൈസ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാങ്കിൽ FD ഇട്ടാലൊന്നും നമ്മുടെ പൈസയ്ക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. FD എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പൈസ സെക്യൂർ ആക്കാൻ വേണ്ടിയുള്ളതാണ്, അല്ല പൈസ ഗ്രോ ചെയ്യാൻ വേണ്ടിയുള്ളതല്ല. FD എന്ന് കിട്ടുന്ന ഈ ഒരു ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ പൈസയെ ഇൻഫ്ലേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വിധത്തിലും ആ പൈസയെ വളർത്തുന്നില്ല. സോ നിങ്ങളുടെ പൈസ വളർത്തണം, നിങ്ങളുടെ മണി നിങ്ങൾക്ക് വേണ്ടി വീണ്ടും പൈസ ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു പ്രധാനപ്പെട്ടൊരു വഴി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് തുടങ്ങണം. സോ എല്ലാ ആളുകൾക്കും ബിസിനസ് തുടങ്ങാൻ സാധിക്കാറില്ല, പക്ഷേ എല്ലാ ആളുകൾക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഒരു ബിഗിനർ ആയിട്ടുള്ള ആളെ എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള കറക്റ്റ് ആയിട്ടുള്ള മാർഗ്ഗമാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു 5, 10, 15 വർഷങ്ങൾ, ഇപ്പോൾ 5 കളഞ്ഞ ഒരു 10, 15 വർഷങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ പണം അത് ഗ്രോ ചെയ്യുള്ളൂ, അതൊരിക്കലും താഴേക്ക് പോകില്ല. കാരണം ഇന്ത്യൻ എക്കണോമിയിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ പുറകോട്ടുള്ള ചാർട്ടുകൾ എടുത്തു നോക്കിയാലും ഇന്ത്യൻ എക്കണോമി കഴിഞ്ഞ 10 വർഷത്തെ ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ അത് വളർന്നിട്ടേ ഉള്ളൂ, ഒരിക്കലും താഴോട്ട് പോയിട്ടില്ല. നിങ്ങൾക്കുള്ള കറക്റ്റ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടത്? ഇപ്പോൾ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ
നിങ്ങൾക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യാം, ക്രിപ്റ്റോയിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഇപ്പോൾ ബിറ്റ്കോയിനിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, US സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ അതിനും ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യണം? ഇപ്പോൾ സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഇങ്ങനെയുള്ള ഡൗട്ടും ഉണ്ടാവും. അവിടെയാണ് നമ്മൾ അടുത്ത പോയിന്റ് ഡിസ്കസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ റിസ്ക് ലെവൽ എന്താണ്? നിങ്ങൾക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ സാധിക്കും? നിങ്ങൾ ഹൈലി റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് റിസ്ക് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ വളരെ കുറവ് റിസ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ? ഇതാണ് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ റിസ്ക് ലെവൽ, നിങ്ങൾക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ നിങ്ങൾ കേപ്പബിൾ ആണ് എന്നുള്ള കാര്യം. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ ആളുകളും വളരെയധികം റിസ്ക് എടുക്കണമെന്നില്ല. അപ്പോൾ അതിനായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ മൈൻഡ് സെറ്റ് ആയിരിക്കും. അല്ല, ഇപ്പോൾ ഒരു റൂൾ ബേസിൽ നോക്കുകയാണെങ്കിൽ എനിക്കൊരു ഐഡിയ ഇല്ല, എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റൂൾ യൂസ് ചെയ്യാം. 100-X എന്ന് പറയുന്ന ഒരു റൂളുണ്ട്. ഇപ്പോൾ നിങ്ങൾ എല്ലാ മാസവും ഒരു 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ, വെറും 1000 രൂപ, വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളമാണ്, 1000 രൂപയെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്നിരിക്കട്ടെ. സോ 100-X, നിങ്ങളൊരു 30 വയസ്സുള്ള ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ X എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളുടെ ഏജ് ആണ്. അപ്പോൾ 100-ൽ നിന്ന് നിങ്ങളുടെ ഏജ് ആയിട്ടുള്ള 30 കുറയ്ക്കുമ്പോൾ 70 ആണ് നമുക്ക് കിട്ടുന്നത്. അത് 70%. സോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ 1000 രൂപയുടെ 70% നിങ്ങൾക്ക് സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ബാക്കി 30% നിങ്ങൾക്ക് കുറച്ചുകൂടെ സെക്യൂർ ആയിട്ടുള്ള ഏതെങ്കിലും മാർഗ്ഗമുണ്ടെങ്കിൽ അതിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ നിങ്ങൾ 50 വയസ്സുള്ള ആളാണെങ്കിൽ നിങ്ങൾ മാസം ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 100-50% നിങ്ങളുടെ കയ്യിലുള്ള ഈ 10,000 രൂപയുടെ 50% നിങ്ങൾക്ക് സ്റ്റോക്കിലേക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ ഓരോ ആളുകൾക്കും ഇറസ്പെക്റ്റീവ് ഓഫ് അവർ ഏജ് അവർക്ക് റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടാകും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ റിസ്ക് തീരെ എടുക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണെന്നിരിക്കട്ടെ. ഇപ്പോൾ എനിക്ക് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിൽ ഞാൻ 10 വർഷത്തേക്കോ 15 വർഷത്തേക്കോ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ലെവലിൽ കൂടുതൽ താഴേക്ക് പോകാതെ, എനിക്ക് ടെൻഷൻ ഉണ്ടാക്കാതെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് മുകളിലേക്ക് പോകണം എന്നാണെങ്കിൽ നിങ്ങൾ ലോ റിസ്ക് ആയിട്ടുള്ള സ്റ്റോക്സിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. മിക്കവാറും അത് ബ്ലൂ ചിപ്പ് സ്റ്റോക്സ്, ലാർജ് ക്യാപ് സ്റ്റോക്കൊക്കെ ആയിരിക്കും അങ്ങനെ അത്രയും ലോ റിസ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും റിട്ടേൺസ് കുറവാണെങ്കിലും സാരമില്ല, എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിട്ടേൺസ് ആണ് ആവശ്യമെന്ന്. 3-ാമത്തെ വർഷം എടുത്തു നോക്കിയാലും 5-ാമത്തെ വർഷം എടുത്തു നോക്കിയാലും 10-ാമത്തെ വർഷം എടുത്തു നോക്കിയാലും ഒരു ലെവലിൽ കൂടുതൽ താഴേക്ക് പോകാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് മുകളിലേക്ക് വരണം. അങ്ങനെ ഉണ്ടെങ്കിൽ ലോ റിസ്ക് പ്രൊഫൈൽ ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി അതല്ല, മറ്റൊരാൾക്ക് എനിക്കൊരു മോഡറേറ്റ് റിസ്ക് ഒക്കെ എടുക്കാം, എനിക്ക് അത്രയും വലിയൊരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇടക്കാലത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് സ്റ്റോക്കൊക്കെ താഴേക്ക് പോയാലും ലോങ് ടൈമിലേക്കാണെങ്കിൽ 10 വർഷം 15 വർഷം എൻ്റെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് കഴിയുമ്പോൾ എനിക്ക് നല്ല റിട്ടേൺസ് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മീഡിയം റിസ്ക് ഉള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാം. അതാണ് മിഡ് ക്യാപ് സ്റ്റോക്സ് എന്ന് പറയുന്നത്. എനിക്ക് റിസ്ക് എടുക്കാൻ ഒരു കുഴപ്പമില്ല, ഞാൻ എത്ര വേണേൽ റിസ്ക് എടുക്കാം, പക്ഷേ എനിക്ക് എൻഡ് ഓഫ് ദ ടൈം ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സമയം കഴിയുമ്പോൾ എനിക്ക് നല്ല റിട്ടേൺസ് കിട്ടണം. അതിനിടയ്ക്ക് ഈ സ്റ്റോക്ക് മുകളിലേക്കോ താഴേക്കോ ഒന്നും പോയാൽ അതിനെ ഇമോഷണലി ബാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ റിസ്ക് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഹൈ റിസ്ക് ആയിട്ടുള്ള സ്റ്റോക്കുകൾ എന്ന് പറയുമ്പോൾ മിക്കവാറും അത് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളായിരിക്കും. പക്ഷേ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി കഴിയുമ്പോൾ എനിക്ക് വലിയ രീതിയിലുള്ള റിട്ടേൺ കിട്ടണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി ഇതൊരു റിസ്ക് പ്രൊഫൈലായിട്ട് പറയുകയാണെങ്കിൽ ലോ റിസ്ക്, മീഡിയം റിസ്ക്, ഹൈ റിസ്ക് ഇങ്ങനെ നോക്കുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് ബാങ്ക് FDs തരുന്ന ഒരു 6% ഒക്കെയാണ് നമുക്ക് ആനുവൽ റിട്ടേൺസ് ഒരു ബാങ്ക് FD തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലോ റിസ്ക് ആണെങ്കിൽ പോലും ഈ ബാങ്ക് FDയേക്കാളും നമുക്ക് കൂടുതൽ കിട്ടണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് FD ഇട്ടാൽ മതിയല്ലോ, ഈ ടെൻഷൻസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലോ റിസ്ക് പ്രൊഫൈലായിട്ടുള്ള ആ ഒരു സംഭവം നമുക്ക് ബാങ്ക് FDയേക്കാളും കൂടുതൽ റിട്ടേൺസ് തരണം. സോ അതുകൊണ്ട് തന്നെ ലോ റിട്ടേൺസ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നമുക്ക് ആനുവലി ഒരു 10 മുതൽ 12% വരെ റിട്ടേൺസ് പ്രതീക്ഷിക്കാം. അത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ബാങ്ക് FDയേക്കാളും ഒരു ഇരട്ടിയായിരിക്കും, അതിൻ്റെ ഒരു ഡബിൾ ആയിരിക്കും. ബാങ്ക് FD എന്ന് പറയുന്നത് ഒരു 5-6% ഒക്കെയാണ് നമുക്ക് പല FDകളും റിട്ടേൺസ് തരുന്നത്, നമുക്ക് ഇൻട്രസ്റ്റ് തരുന്നത്. സോ ലോ റിസ്ക് പ്രൊഫൈലിൽ നമുക്കൊരു 10 മുതൽ 12% വരെ റിട്ടേൺസ് പ്രതീക്ഷിക്കാം. ഇനി മീഡിയം റിസ്ക് ആണെങ്കിൽ നമുക്ക് ഏകദേശം കുറച്ചുകൂടെ റിട്ടേൺസ് ലഭിക്കും. നമുക്കൊരു 15% വരെ അല്ലെങ്കിൽ അതിലും കൂടുതൽ റിട്ടേൺസ് നമുക്ക് ലഭിക്കാം. കുറഞ്ഞൊരു 15% വരെയെങ്കിലും നമുക്ക് മീഡിയം റിസ്ക് പ്രൊഫൈലിൽ റിട്ടേൺസ് ലഭിക്കും. ഇനി ഹൈ റിസ്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു 18% അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് ഹൈ റിസ്കിൽ കിട്ടുന്നത്. ചിലപ്പോൾ 20 ആകാം, 25 ആകാം. അപ്പോൾ അത് നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇയർ വെച്ച് നോക്കുമ്പോഴായിരിക്കും. ചിലപ്പോൾ 10 വർഷത്തേക്കും 15 വർഷത്തേക്കൊക്കെ നോക്കുമ്പോൾ അതൊരു 20% അല്ലെങ്കിൽ 22% ഒക്കെ ആകാം. പക്ഷേ ഒരു 5 വർഷത്തേക്കൊക്കെ ചിലപ്പോൾ എടുത്തു നോക്കുമ്പോൾ അതിലിപ്പോൾ 30% വരെയൊക്കെ കാണിക്കാം. അപ്പോൾ അതിനനുസരിച്ചാണ് അത് ചേഞ്ച് ആകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഈ 12, 15, 18 ഇതിലൊന്നും വലിയ തരത്തിലുള്ള ഒരു ഡിഫറൻസ് ഒന്നും കാണാനില്ല.
അപ്പോൾ ലോ റിസ്കിൽ ഇടുന്നതല്ലേ നല്ലതാണ്. പക്ഷേ ഈ ചെറിയ പെർസെൻറ്റേജ് ആണെങ്കിലും 2%-ൻ്റെയും 3%-ൻ്റെയൊക്കെ ഡിഫറൻസ് ആണെങ്കിലും ലോങ് ടൈമിൽ ഇത് വലിയ രീതിയിലുള്ള ചേഞ്ചസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസിൽ ഉണ്ടാക്കുന്നത്. അതായത് ഒരു ഫിക്സഡ് എമൗണ്ട് നിങ്ങൾ ഒരു 20 വർഷത്തിലേക്ക് 12% റിട്ടേൺസ് കിട്ടുന്ന ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരു സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ 15% റിട്ടേൺസ് കിട്ടുന്ന സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ 18% റിട്ടേൺസ് കിട്ടുന്ന സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എത്ര വർഷം കൊണ്ട് നിങ്ങളുടെ പൈസ എത്ര മടങ്ങ് വർദ്ധിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന റൂൾ ഓഫ് 72 ആണ്. അതായത് 72നെ നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വർഷത്തിൽ നമ്മുടെ പൈസ ഡബിൾ ആകും എന്ന് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ലോ റിസ്ക് പ്രൊഫൈൽ തന്നെ നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. അതായത് 72നെ നമ്മുടെ ലോ റിസ്ക് പ്രൊഫൈൽ തരുന്ന റിട്ടേൺസ് റേറ്റ് 12%. ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 6 ആണ്. സോ നമ്മൾ ഈ ലോ റിസ്ക് പ്രൊഫൈലിൽ, അതായത് നമുക്ക് ഈ 12% വെച്ച് റിട്ടേൺസ് തരുന്ന ആ ഒരു പ്രൊഫൈലിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 6 വർഷം കൊണ്ട് നമ്മുടെ പൈസ ഡബിൾ ആവും. അതായത് നിങ്ങൾ ഇതിനകത്ത് 1 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 6 വർഷം കഴിയുമ്പോൾ അത് 2 ലക്ഷം രൂപയാവും. അടുത്ത 6 വർഷം കഴിയുമ്പോൾ, അതായത് 12ാമത്തെ വർഷം അത് 4 ലക്ഷം രൂപയാവും. അടുത്ത 6 വർഷം കഴിയുമ്പോൾ 18ാമത്തെ വർഷം 8 ലക്ഷം രൂപയാവും. അപ്പോൾ 12% വെച്ച് റിട്ടേൺസ് കിട്ടുന്നതിൽ നിങ്ങൾ 1 ലക്ഷം രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 18ാമത്തെ വർഷം അത് 8 ലക്ഷം രൂപയായിട്ട് മാറും, 8 മടങ്ങായിട്ട് വർദ്ധിക്കും. അപ്പോൾ 20 വർഷത്തിൽ എന്തായാലും നിങ്ങൾക്ക് 8 ലക്ഷം രൂപയിൽ കൂടുതൽ റിട്ടേൺസ് നിങ്ങൾക്ക് ലഭിക്കും. ഇത് തന്നെ 15% റിട്ടേൺസ് കിട്ടുന്ന നമ്മുടെ ഒരു മീഡിയം റിസ്ക് പ്രൊഫൈലിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ 72 ഡിവൈഡ് ബൈ 15 4.8. 4.8 നമുക്ക് റൗണ്ട് ചെയ്ത് 5 എന്നെടുക്കാം. അപ്പോൾ ഓരോ 5 വർഷം കൂടുമ്പോഴായിരിക്കും നിങ്ങളുടെ പൈസ ഡബിൾ ആകുന്നത്. അപ്പോൾ സെയിം ഇതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആദ്യത്തെ 5 വർഷത്തിൽ 1 ലക്ഷം 2 ലക്ഷം ആകുന്നു. രണ്ടാമത്തെ 5 വർഷത്തിൽ 2 ലക്ഷം 4 ലക്ഷം ആകുന്നു. മൂന്നാമത്തെ 5 വർഷത്തിൽ 4 8 ആകുന്നു. നാലാമത്തെ 5 വർഷത്തിൽ 8 16 ആകുന്നു. മറ്റേ സ്ഥലത്ത് നിങ്ങൾക്ക് 8 8.5 അല്ലെങ്കിൽ 9 ലക്ഷം കിട്ടിയ സ്ഥാനത്ത് 15% റിട്ടേൺസ് തരുന്നതിൽ നിങ്ങൾ 20 വർഷത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അത് 16 ലക്ഷമായി, നേരെ ഇരട്ടിയായി. ഇനി 18% നമ്മൾ നോക്കുകയാണെങ്കിൽ 72 ഡിവൈഡ് ബൈ 18. 72 ഡിവൈഡ് ബൈ 18 4. സോ നിങ്ങൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആദ്യത്തെ 4 വർഷത്തിൽ 1 2 ആവുന്നു. 8 വർഷമാകുമ്പോൾ 2 4 ആവുന്നു. 12 വർഷമാകുമ്പോൾ 4 8 ആവുന്നു. 16 വർഷമാകുമ്പോൾ 8 16 ആവുന്നു. 20 വർഷമാകുമ്പോൾ 16 32 ആവുന്നു. അപ്പോൾ 20 വർഷം കൊണ്ട് 32 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ഈ 1 ലക്ഷം രൂപ 18% റിട്ടേൺസ് കിട്ടുന്ന ആ ഒരു പോർട്ട്ഫോളിയോയിൽ ആ ഒരു പ്രൊഫൈലിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ 15% വെച്ച് റിട്ടേൺസ് കിട്ടുന്നതിൻ്റെ നേരെ ഇരട്ടിയാണ് 18% വെച്ച് റിട്ടേൺസ് കിട്ടുന്നതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. നോക്കുമ്പോൾ 2% 3% ഒക്കെ ഡിഫറൻസ് ഉള്ളൂ, പക്ഷേ റിട്ടേൺസ് ഇരട്ടിയായിട്ടാണ് പോകുന്നത്. 16 കിട്ടിയെടുത്ത് ഇപ്പോൾ 32 കിട്ടുന്നത്. ഇനി 25% കിട്ടുന്ന ഒരു പ്രൊഫൈലിലാണ്, ഹൈ റിസ്ക് പ്രൊഫൈലിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ 72 ഡിവൈഡ് ബൈ 25 ഓൾമോസ്റ്റ് 2.8. നമുക്ക് റൗണ്ട് ചെയ്ത് 3 എന്നെടുക്കാം. അപ്പോൾ 3 നോക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആദ്യത്തെ 3 വർഷത്തിൽ അത് 2 ആകുന്നു. രണ്ടാമത്തെ 3 വർഷത്തിൽ 4 ആകുന്നു. മൂന്നാമത്തെ 3 വർഷത്തിൽ അത് 8 ആവുന്നു. അതായത് 9 വർഷമായപ്പോൾ അത് 8 ആയി. അടുത്ത 3 വർഷം 12ാമത്തെ വർഷം അത് 16 ആയി. 15ാമത്തെ വർഷം അത് 32 ആയി. 18ാമത്തെ വർഷം അത് 64 ആയി. 18ാമത്തെ വർഷമായപ്പോൾ അത് 64 ആയി. വീണ്ടും ഒരു 3 വർഷം കൂടെ 21 വർഷം അതൊക്കെ എടുക്കുകയാണെങ്കിൽ അത് 1,28 ലക്ഷം രൂപയാവും. അതായത് 25% ആയപ്പോൾ, അതായത് 25% ആയപ്പോൾ 1,28 ലക്ഷം രൂപയായി 20 വർഷത്തിനുള്ളിൽ. സോ ഇതാണ് പേഴ്സൻറ്റേജിൻ്റെ ഒരു കളി എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രത്തോളം നമ്മൾ ആലോചിക്കുമ്പോൾ 10% ഇൻട്രസ്റ്റ് റേറ്റും 13% ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലൊന്നും വലിയ വ്യത്യാസം നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കാണില്ല. ഒരു ലോങ്ങർ പീരീഡിലേക്ക് ലോൺ അടച്ചു കഴിയുമ്പോൾ നമ്മൾ ഭീമമായിട്ടുള്ളൊരു തുക, ചിലപ്പോൾ നമ്മൾ 10% ഇൻട്രസ്റ്റിൽ എടുക്കുന്നതിൻ്റെ ഇരട്ടി തുകയായിരിക്കും നമ്മൾ 12% അല്ലെങ്കിൽ 13% ഇൻട്രസ്റ്റിൽ എടുക്കുന്ന ലോണിന് അടയ്ക്കേണ്ടി വരുന്നത്. സോ ബാങ്ക് ലോൺ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് വളരെ നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം, ഏറ്റവും കുറവ് എവിടെ കിട്ടുമോ അവിടെ നിന്ന് മാത്രം എടുക്കുക. അത് 1% ആണെങ്കിൽ പോലും ഏറ്റവും എവിടെ കുറവ് കിട്ടുന്നു അവിടെ നിന്ന് എടുക്കുക. കാരണം അത്രത്തോളം വലിയ ഡിഫറൻസ് നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളത്. ഈ ഹൈ റിസ്ക് ഹൈ റിട്ടേൺ കിട്ടുന്നതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചില സമയത്ത് ഈ സ്റ്റോക്ക് പെട്ടെന്ന് വളരെയധികം താഴേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. ഇതിന് തിരിച്ച് കയറുമോ എന്നുള്ള ടെൻഷൻ, ഏത് സമയത്തായിരിക്കും ഇത് തിരിച്ച് കയറുന്നത്, അതോ ഇനി ഇത് തിരിച്ച് കയറില്ലേ എന്നൊക്കെയുള്ള വലിയ ടെൻഷൻസ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഹൈ റിട്ടേൺസ് ഹൈ റിസ്കിൻ്റെ കൂടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെന്ന്. നിങ്ങൾക്ക് തീരെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ലോ റിസ്ക് പ്രൊഫൈലിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു മീഡിയം ലെവലിൽ റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മീഡിയം റിസ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കുഴപ്പമില്ല, ഞാൻ ഹൈ റിസ്ക് എടുക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഈ 18 മുതൽ 25% വരെ റിട്ടേൺസ് കിട്ടുന്നതിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഓരോ ആളുകളെ
അവരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയി കാണും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. ട്രേഡ് ചെയ്യണോ അതോ ഇൻവെസ്റ്റ് ചെയ്യണോ? ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ലോ റിസ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ മീഡിയം റിസ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ഹൈ റിസ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളത് ഏകദേശം നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇത് തന്നെയായിരുന്നു നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശവും. അതുപോലെ തന്നെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ICICI പ്രൊഡൻഷ്യൽ ലൈഫിന്റെ NFOയുടെ കാര്യം അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഇനി സ്റ്റോക്ക് മാർക്കറ്റിലൊന്നും അധികം ഇതിനെപ്പറ്റി തലപോകാനൊന്നും താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിന്റെ കറന്റ് AUM എന്ന് പറയുന്നത് ഏകദേശം 3.2 lakh crores ആണ്. അതുപോലെ ഒരുപാട് ടാക്സ് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് December 1st ആണ്. ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. If you like this video, please like, share and subscribe, and please don't forget to enable the bell button. I'll see you in my next video. I'm Adil Hussain, signing off.